നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. നമസ്കാരം. എന്തായാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിട്ടില്ല ഇതുവരെയായിട്ടും. നമ്മളെ ചർച്ചകൾ എടുക്കുന്നു എന്നല്ലാതെ ഇതുവരെയായിട്ട് അവിടെ ഒരു തീരുമാനമായില്ല. നമ്മൾ ഇത് പറയാനിരിക്കുവാന്ന് തോന്നുന്നു. പ്രഖ്യാപനം ഉടനെ ഉണ്ടാവും. ഇത് പറഞ്ഞതോടുകൂടി പ്രഖ്യാപനം വരുമെന്നായിരിക്കും. ഹൈക്കമാൻഡ് അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് മൂളിയാലാണ് നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അവിടെ നിന്ന് ഇതുവരെയായിട്ടൊന്നും മൂളിയിട്ടില്ല. അവിടെ ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഏതായാലും അത് ഒരു സൈഡിൽ സാർ നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിസഭയൊക്കെ തന്നെ രൂപീകരിച്ചു കഴിഞ്ഞാലും അങ്ങോട്ട് ഇനി ഹൈക്കമാൻഡിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ്. കാരണം ഈ ഒരു ഇതിന് വേണ്ടിയിട്ടേ 10 വർഷത്തിന് ശേഷം ഭരണം കിട്ടിയപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ അദ്ദേഹം സ്ഥാനം ഒഴിയുവാണെങ്കിൽ അടുത്തതായിട്ട് KPCC അധ്യക്ഷന്റെ ചുമതല ആർക്ക് കിട്ടും? അല്ലെങ്കിൽ ഇനി അവിടെയുള്ള സംഘടനയിലുള്ള ആളുകളൊക്കെ ആരൊക്കെ ആയിരിക്കും? ഓരോരുത്തരുടെ ഇഷ്ടക്കാരെ കുത്തിക്കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ വീണ്ടും KPCCയിലെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത കേട്ടോ തള്ളിക്കളയാൻ പറ്റില്ല. അത് കാരണം കോൺഗ്രസിന്റെ ഒരു പതിവ് പരിപാടിയാണ്. വൈമീ കാമുകന്മാർ പലരും ഉണ്ടാകും, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തി കഷണത്തിന് വേണ്ടി നായ്ക്കൂട്ടങ്ങൾ കടിപിടി കൂട്ടുന്നത് പോലെ അധികാരത്തിൻ്റെ ഈ അപ്പക്കഷണത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂട്ടുന്ന ഒരു സ്വഭാവം സംഘടനാ തലത്തിൽ നിയന്ത്രിക്കാൻ കോൺഗ്രസിന് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ KPCCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഏറ്റവും ദുർബലനായിട്ടുള്ള ഒരു പ്രസിഡൻ്റാണ്. പണ്ടേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. K. സുധാകരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് സെനിലിറ്റിയുടെ അല്ലെങ്കിൽ പ്രായാധിക്യത്തിൻ്റേതായിട്ടുള്ള അസ്കിതകൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ പാർട്ടിയെ ഒരു സെമി കേഡർ പാർട്ടിയായിട്ട് പരുവപ്പെടുത്തണമെന്നുള്ള ആഗ്രഹവും ഇച്ഛാശക്തിയൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ അത് വരുമ്പോഴാണ് പെട്ടെന്നൊരു PD സതീശനുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാറ്റിയത്. അതിനുശേഷം വലിയ പ്രയാസമില്ലാതെ തന്നെ സണ്ണി ജോസഫിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അതിന് ശരി. പക്ഷേ സണ്ണി ജോസഫ് വന്നതിന് ശേഷമാണ് സംഘടനാ തലത്തിൽ ഇത്രയധികം അച്ചടക്കമില്ലായ്മ വന്നത്. അന്നേ ഞാൻ സൂചിപ്പിച്ചിരുന്ന കാര്യമാണ്. ഇദ്ദേഹത്തിന് ഈ പാർട്ടിയെ നയിക്കാനുള്ള കെൽപ്പില്ല, ശക്തമായ കാര്യങ്ങളുമില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പോലും പോരടിച്ച നേതാക്കളുടെ കാര്യം പോട്ടെ, അവർ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, അവരെ നിയന്ത്രിക്കാൻ പ്രയാസമായിരിക്കും. ഹൈക്കമാൻഡിന് പോലും നിയന്ത്രിക്കാൻ പാടാണ്. പക്ഷേ അണികളിറങ്ങി പ്രകടനം നടത്തി കോൺഗ്രസ്സുകാരുടെ തന്നെ ഫ്ലക്സുകൾ, ഏറ്റവും പോപ്പുലറായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ തന്നെ ഫ്ലക്സുകൾ അഴിച്ച് തകർത്തുകൊണ്ട് നടത്തിയ പ്രകടനങ്ങൾ, ഷോകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്? കഴിഞ്ഞില്ല. അപ്പോൾ സംഘടനാപരമായിട്ടും സംഘടനാ തലത്തിലും ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു സംഘടനയാണ് ഇന്നത്തെ KPCC പ്രസിഡന്റിൻ്റെ കീഴിൽ ഈ സംഘടന. ഒരു ആൾ ഒറ്റ പോസ്റ്റ് എന്നുള്ളൊരു നയം ഇടക്കാലത്ത് അലിഖിതമായിട്ട് കോൺഗ്രസ് അംഗീകരിച്ച ഒന്നാണ്. ലിഖിതമല്ലത്, ഭരണഘടനയിൽ അംഗീകരിച്ച ഒന്നാണ്. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് പലരും അങ്ങനെ 2 ബഞ്ചുകളിൽ കാലും വെച്ചുകൊണ്ടിരിക്കുക. നല്ല മിടുക്കന്മാരാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നു. പക്ഷേ മിടുക്കനല്ലാത്ത ഒരാൾ, മിടുക്കനല്ലെന്ന് സ്വയം തെളിയിച്ച ഒരാൾ ഈ MLA പോസ്റ്റ് ഈ പോസ്റ്റും കൂടെ വഹിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എത്രയും വേഗം കോൺഗ്രസ്സിന് കേരളത്തിൽ അതിന് കിട്ടിയ ഈ മിന്നുന്ന തിളക്കത്തിൻ്റെ ആ തിളക്കം നിലനിർത്തണം, മങ്ങലാവാതിരിക്കാൻ അതിന് തീർച്ചയായിട്ടും സംഘടനാ തലത്തിലുള്ള ഒരു മാറ്റം ആവശ്യമാണ്. പുതിയൊരു KPCC പ്രസിഡന്റ് ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പ്രസിഡന്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ MLAയും അല്ല പ്രസിഡന്റും അല്ല എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അത് വല്ലാത്ത കുഴപ്പം കോൺഗ്രസ്സിന് ഇതിലും കൂടുതലായിത്തീരും പ്രശ്നങ്ങളാണ്. കാരണം ഈ ഉത്തരവാദിത്തത്തിൽ മാത്രം ഇരുന്നിട്ടും അദ്ദേഹത്തിന് ഇതിനൊരു സ്ഥിരത കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പ്രശ്നം ഇത്ര വഷളാക്കി ഹൈക്കമാൻഡിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു നില വന്നു. കാരണം KPCC പ്രസിഡന്റിന് അതിനകത്ത് നിർണായകമായിട്ടൊരു റോളുള്ളതാണ്. അത് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ 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 ദയനീയമായ ഒരു നേതൃത്വ പാടവത്തിൻ്റെ സൂചനകളാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ടായിരിക്കും അന്ന് VD സതീഷിനെയും രമേശ് ചെന്നിത്തലയൊക്കെ തന്നെ ഡൽഹിക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം ചെന്നിറങ്ങിയപ്പോൾ കൂക്കി വിളിയായിരുന്നു. വിമാനത്താവളത്തിൽ ചെന്നിറങ്ങിയപ്പോൾ അവിടെ കൂക്കി വിളിയായിരുന്നു. അതിനൊരു കാരണം KC വേണുഗോപാൽ എന്നും അദ്ദേഹം പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു തോന്നലും കൂടിയാണ്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ അച്ചടക്കത്തോടുകൂടി പാർട്ടിയെ നിലനിർത്തേണ്ട ഒരു ചുമതല കേരളത്തിലല്ലേ അദ്ദേഹം? ഡൽഹി കൂക്ക് വിളിച്ചതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കേരളത്തിൽ ഒരു കൂക്കുവിളി ഉണ്ടാക്കാത്ത രീതിയിൽ
പാർട്ടി പ്രശ്നങ്ങൾ പരിഹാരത്തിന് പകരം ഒരു പരിഹാസമാക്കി മാറ്റിയ ആളാണ് നമ്മുടെ KPCC പ്രസിഡന്റ്. മനസ്സിലായില്ലേ? ശക്തമായ ഒരു നടപടി അദ്ദേഹത്തിൻ്റെ ശക്തമായ ഒരു താക്കീത് പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു പാവമാണ് അദ്ദേഹം. പാവമെന്നേ ഞാൻ പറയും. അല്ലാതെ ഒരു ദുഷ്ടനോ അങ്ങനെയുള്ള ആളുമല്ല. പക്ഷേ കോൺഗ്രസിനെ ഒരു കോമാളിയാക്കി അദ്ദേഹം മാറ്റി. ഈ കാലഘട്ടത്തിൽ മാറ്റം ആവശ്യമാണ്. ഈ മാറ്റത്തിന് വരുമ്പോൾ പക്ഷേ അതിന് മുമ്പേ കേൾക്കുന്ന പേരുകൾ അവിടെയേ കുഴപ്പം. ഊരു ചുറ്റുന്ന പേരുകൾ ബെന്നി ബെഹനാൻ്റെ. ബെന്നി ബെഹനാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആൻ്റണി എന്താ കാര്യം? അത് ക്രിസ്ത്യാനികൾക്ക് മാത്രം അവകാശപ്പെട്ട പോസ്റ്റാണെന്നൊരു ധാരണ അങ്ങ് വരക്കുക. അവിടെയാണ് നമ്മൾ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന കോൺഗ്രസിനെ ഒരു ശരിക്കും കപ്പിത്താനെ പോലെ നയിച്ച ഒരു വ്യക്തി. അദ്ദേഹം അധകൃതനായതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിനോട് ചോദിക്കുക, നിങ്ങൾ അദ്ദേഹത്തെ എന്താ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്രയും സീനിയറായിട്ടുള്ളൊരു നേതാവിനെ പരിഗണിക്കാത്തത്? കേന്ദ്രമന്ത്രിയായിരുന്നു ഓഫ് കോഴ്സ്. ഇനി അദ്ദേഹത്തിന് പറ്റില്ലല്ലോ ആ സ്ഥാനത്തേക്ക് പോകാൻ പറ്റി. അപ്പോൾ അത്ര സീനിയറായിട്ടും കഴിവുള്ളവനും ആയതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയാക്കിയത്. അപ്പോൾ ആ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ദളിത് പിന്നാക്ക വിഭാഗങ്ങളിൽ നിങ്ങൾക്കുള്ള സ്വാധീനം വളരെ കുറഞ്ഞു. ശരിയാണ്, മുസ്ലിം വിഭാഗത്തിനിടയിൽ നിങ്ങൾക്ക് പിന്തുണയുണ്ട്. അത് എന്തുകൊണ്ട് കിട്ടുന്നു? മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുള്ളതുകൊണ്ട്. പക്ഷേ അതിനേക്കാൾ പിന്നാക്കം നിൽക്കുന്ന വിഭാഗമാണല്ലോ, നിങ്ങളത് സമ്മതിക്കുമല്ലോ, ദളിത് പിന്നാക്ക വിഭാഗങ്ങൾ. അവരുടെ ഒരു പ്രാതിനിധ്യം കോൺഗ്രസ് പാർട്ടിയിൽ വേണ്ടേ? ഞാൻ MLA-മാരുടെ കൂട്ടത്തിലല്ല പറയുന്നത്. സംവരണ മണ്ഡലങ്ങളിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അവർ സ്ഥാനാർത്ഥിയെ വെച്ചേ പറ്റൂ. അത് കാരണം അത് തെരഞ്ഞെടുപ്പ് നിയമമാണ്, അങ്ങനെ ചെയ്തേ പറ്റും. പക്ഷേ ഇതങ്ങനെ ജനപ്രാതിനിധ്യ നിയമമാണ്. ഇതങ്ങനെയല്ല. നിങ്ങൾ അദ്ദേഹത്തെ ദളിതരെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾ ആ പറയുന്നവർക്ക് ഒരു ദളിതനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അത് ചെയ്യേണ്ടത് കോൺഗ്രസ്സിന് മഹാത്മാഗാന്ധിയെ ബഹുമാനിക്കാനാണ്. ദൈവത്തിൻ്റെ പ്രിയപുത്രൻ എന്ന് ദളിതരെ വിശേഷിപ്പിച്ച മഹാത്മാഗാന്ധിയോട് ചെയ്യുന്ന സേവനം അല്ല ആദരവ്യായാമം പോരാ, കൊടിക്കുന്നിനോടും ചെയ്യുന്ന ഒരു സേവനമായിരിക്കും. അദ്ദേഹം അത് ആവശ്യപ്പെട്ടതാണ്. മറ്റു രണ്ടുപേരും ആവശ്യപ്പെട്ടില്ല. ആൻ്റണിയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ പറഞ്ഞ ബെന്നി ബെഹനാനോ ആവശ്യപ്പെട്ടിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന, ഒരു പിന്നോക്കാരൻ്റെ അഭ്യർത്ഥന മാനിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പിന്നെ എന്തിനാണ്? ഞങ്ങൾ മുസ്ലിങ്ങളോടൊപ്പമാണെന്ന് ഇപ്പോൾ അവർ നയം മാറ്റിയിട്ടുണ്ട്. മുസ്ലിംസ് ഫസ്റ്റ്. ശരിയല്ല. മഹാത്മാഗാന്ധി ഊന്നൽ കൊടുത്തിരുന്ന ദളിതരിൽ തന്നെയാണ് നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത്. പിന്നെ കേൾക്കുന്ന ഒരു പേര് ഷാഫി പറമ്പില്ലേത്. ആ ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അത് വലിയൊരു കടൽ മാറ്റം ഉണ്ടാകും. അതിനോട് എനിക്കൊരു വിയോജിപ്പില്ല. അത് അദ്ദേഹം ഒരു വർഗീയനാണെന്ന് ഞാൻ ഒരിക്കലും കരുതുകയില്ല. കോൺഗ്രസിനെ നയിക്കാൻ പറ്റിയ ഊർജ്ജസ്വലതയുള്ള ഒരു നേതാവായിട്ട് അദ്ദേഹം വരികയാണെങ്കിൽ ഞാനതിനെ വ്യക്തിപരമായിട്ട് സ്വാഗതം ചെയ്യും. ഒരു സംശയം വേണ്ട. കേരളത്തിൽ കോൺഗ്രസിനെ ഒരു പ്രസ്ഥാനമായിട്ട് നിലനിർത്താൻ, അധികാരത്തിൽ നിലനിർത്താനും കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ അർഹതയുള്ള ആളാണ്. മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് നിർബന്ധമായിട്ട്. പക്ഷേ മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേരും ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് തന്നെയാണ്. നിർമ്മലമായ വ്യക്തിത്വമുള്ള, കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം CPM-ൻ്റെ കടുത്ത എതിർപ്പിനെ ചെറുത്ത് നിൽക്കാൻ കഴിവ് കാണിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അവിടെ അക്രമത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും പാതകയിലേക്ക് പോയ പ്രമുഖരായിട്ടുള്ള CPM നേതാക്കളെ, ജില്ലാ സെക്രട്ടറി അവരെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം അറസ്റ്റ് ചെയ്തപ്പോഴുണ്ടായ അരാജകത്വത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ഊരിയ വാൾ ഉറയിലിടൂ. ഇത് ബഹളം കണ്ടൊന്നും ഞാൻ എൻ്റെ നടപടിയിൽ നിന്ന് പിൻവാങ്ങിയില്ല. പിടിച്ചിട്ടു ജയിലിൽ പ്രമുഖ നേതാക്കളെ, വെള്ളം കുടിപ്പിച്ചു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അദ്ദേഹം. പിണറായി വിജയൻ അന്ന് തിരുവനന്തപുരത്ത് വന്ന് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പക്ഷേ തിരുവഞ്ചൂർ ഉറച്ച് പാറ പോലെ തന്നെ നിന്നു. അങ്ങനെയാണ് കുറേ പേരെയെങ്കിലും ജയിലിൽ കയറ്റാൻ കഴിഞ്ഞത്. ധൈര്യമായിട്ടൊരു നിലപാടെടുത്ത ആളാണ്. അപ്പം അദ്ദേഹവും ഇതിന് യോഗ്യനായിട്ടുള്ള ആൾ തന്നെയാണ്. അങ്ങനെ യോഗ്യന്മാർ ഒരുപാടുള്ളതാണ് ഈ പ്രശ്നം. അവിടെ വരുമ്പോൾ വലിയ തലവേദനയായിട്ട് തീരും കോൺഗ്രസ്സിൽ. ഇത് ആരെ തിരഞ്ഞെടുക്കണം? KPCC പ്രസിഡന്റ്. അവിടെ ക്ലെയിംസ് വരും, അവിടെ ഇതുപോലെ കലഹങ്ങൾ വരും, പ്രകടനങ്ങൾ വരുമോയെന്നറിയില്ല. അതിപ്പോൾ തൽക്കാലം നിരോധിച്ചിട്ടുണ്ട്. പ്രശ്നമാണ്. ആഭ്യന്തരയും വേറൊരു വലിയ വെല്ലുവിളി പ്രശ്നത്ത് പറയാത്തത് കിടക്കുന്നു. അതായത് ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നത്, ആഭ്യന്തരമാർക്ക്, ധനകാര്യമാർക്ക് ഈ മാതിരി കാര്യങ്ങളിൽ തീരുമാനം എടുക്കണം. അവിടെ നല്ലൊരു അടിപിടി നടക്കും.
മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് ഇന്ന വകുപ്പുകൾ തന്നെ കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് പോകും, വേണ്ട ഞങ്ങൾക്ക് പുറത്തുനിന്ന് പിന്തുണച്ചോളാം എന്ന് പറയും. എന്തു ചെയ്യും? വീണ്ടും ഹൈക്കമാൻഡിന് പോകേണ്ടി വരും. അപ്പോൾ ഡൽഹി ടു കേരള ആൻഡ് കേരള ടു ഡൽഹി എന്നും ആവും ഭരണം. മനസ്സിലായില്ലേ? ഇതൊക്കെ ശുഭലക്ഷണങ്ങളല്ല, അവലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള വെല്ലുവിളികൾക്കിടയിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് ജയിക്കാതിരുന്നാൽ മതിയായിരുന്നു. പ്രതിപക്ഷത്ത് ഒരു ഉത്തരവാദിത്വമല്ല, പ്രതിപക്ഷ നേതാവ് വീഡിയോ തന്നെയായിട്ട് തുടരുകയും ചെയ്തിരുന്നു. ഇപ്പം ജയിച്ചു കഴിഞ്ഞത് വാസ്തവത്തിൽ കോൺഗ്രസ്സിന് വിനയായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വിനയത്തോടു കൂടി ഞാൻ പറയുക. അതായത് ഈ ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ളതിൽ ഐക്യം അതിപ്പോ ഇല്ല. ഐക്യ ജനാധിപത്യ മുന്നണി നല്ല ഐക്യ ജമായത്ത് മുന്നണി എന്നാക്കി അവരുടെ പേര് മാറ്റിയിരിക്കുകയാണെന്ന്. ജമാഅത്താണ് ഇപ്പോൾ സകല കാര്യങ്ങൾക്കും നിയന്ത്രണം. മുഖ്യമന്ത്രി ആര് വേണം, വകുപ്പുകൾ ഏതൊക്കെ വേണം, ഇതൊക്കെ അവരങ്ങ് തീരുമാനിക്കുക. അവർ അതൃപ്തിയും പ്രകടിപ്പിച്ചു കഴിഞ്ഞതിനോടാണ് ഇത്രയും താമസിക്കുന്നതിൽ അതൃപ്തി. ഇപ്പോൾ വലിയൊരു ഹൈക്കമാൻഡായിട്ടിരിക്കുകയാണ് പാണക്കാട്. അവിടെയാണിപ്പോൾ ജി സുധാകരൻ വരെ പോയി തൊഴുത് നമസ്കരിച്ച് പോരുന്നത്. പി ജയരാജൻ അതിനിടയ്ക്കെങ്ങാണ്ട് അബദ്ധത്തിൽ പോയി കൊടുങ്ങല്ലൂർ അമ്മയെന്ന് തൊഴാമെന്ന് വിചാരിച്ച് അവിടെ പോയപ്പോൾ ഇതേ അവൻ അവിടെ പോയി. പാണക്കാട് പോകുന്നതിന് യാതൊരു പ്രശ്നമില്ല, അമ്പലത്തിൽ പോയ ഉടനെ വലിയ പ്രശ്നം. എനിക്കറിയാം ഈ കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത്. ജാതി മത പ്രാന്താലയം എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ഏറ്റവും സത്യവത്തായിട്ട് തീരുന്നത് ഈ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും മന്ത്രിസഭയും മന്ത്രിമാരെയൊക്കെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാലും ഇനി അങ്ങോട്ട് കിടക്കുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതായത് ഇനിയിപ്പോ നോക്കിയിരിക്കാവോ ഇനി പറഞ്ഞ നമ്മുടെ പിണറായിയാണ് പ്രതിപക്ഷ നേതാവെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ടീം നോക്കിയിരിക്കാവോ ഏതെങ്കിലും തരത്തിലുള്ള അതാണ് പ്രതിപക്ഷ നേതാവിനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഏവനാവും മുഖ്യമന്ത്രി, അതിനനുസരിച്ച് തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് പിണറായി വിജയൻ. വീടിയാണെങ്കിൽ പിണറായി വരും, വീടിയായിട്ട് വെള്ളം കുടിക്കും, ഇതിനുള്ള പരിപാടിയാണ്. കേസ് വേണമെങ്കിൽ വിടും, കാരണം ഡയറക്റ്റ് അറ്റാക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. വീടിക്കിട്ട് പണി കൊടുക്കാനിരിക്കുക. നീ അന്ന് ആദ്യം വാ, ഞാൻ വരാം. ഗോദയിൽ ഇറങ്ങാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേസുകളെല്ലാം സകലം ഒരു കേസ് പിന്നെ ഉണ്ട് തന്നെ, പുനർജനിയുടെ കേസുണ്ട്, അതിട്ട് വെള്ളം കുടിപ്പിക്കാനുള്ള ശ്രമമാണ് വി ഡി സതീശനെതിരെ പുനർജനി കേസുണ്ട്. ഏതായാലും ഈ കുളിപ്പിച്ച് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് പോലെ ഇപ്പൊ കൊണ്ടുവന്ന് ലാസ്റ്റ് അവസാനം ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറ തന്നെ ഇപ്പൊ ഇളകിയ അവസ്ഥയിലാണ് ആളുകൾ. സാറ് പറഞ്ഞ പോലെ ഇനിയിപ്പോ ഭരണം എന്ന് പറയുന്നത് കേരള ടു ഡൽഹി, ഡൽഹി ടു കേരളം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എന്തിനും ഏതിനൊരു തീരുമാനം എടുക്കുമ്പോൾ പ്രശ്നം വന്ന് അപ്പോൾ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് നേതാക്കൾ എന്നുള്ള ന്യായീകരണമാവും ഇനി പറയാൻ പോകുന്നത് എന്ന് തോന്നുന്നു. ഇതിലും പറ്റിയൊരു ഇഡിയമുണ്ട് ഇംഗ്ലീഷിൽ, ത്രോയിങ് ദ ബേബി വിത്ത് ദ ബാത്ത് വാട്ടർ. കുട്ടിയെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരെ അറിയാമല്ലോ, അമ്മമാർ ആ വെള്ളം എടുത്ത് വലിച്ചെറിയും. ആ വലിച്ചെറിഞ്ഞ വെള്ളത്തിൻ്റെ കൂടെ കുട്ടിയും കൂടെ എറിയുക എന്ന് പറയുന്നത് അതാണ്. എന്ന് പറയുന്ന പോലെ തിളക്കമാർന്ന ഒരു ജയം സമ്മാനിച്ചു. ഇപ്പം ആ ജയത്തിൻ്റെ തിളക്കം എടുത്ത് അങ്ങ് എറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ വാസ്തവത്തിൽ. ത്രോയിങ് ദ ബേബി വിത്ത് ദി ബാത്ത് വാട്ടർ. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുക, കോൺഗ്രസിന് എന്തായാലും ഇപ്പൊ നല്ല കാലമല്ല, കണ്ടകശനി ഇനി അങ്ങോട്ടാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. ഉണ്ണികൃഷ്ണ പണിക്കരെ വിളിക്കേണ്ടി വരും എന്നാണ്. അല്ലെങ്കിൽ തന്നെ വിജയ് കാണിച്ച പോലെ ആസ്ഥാന ജോത്സനെ നിയമിക്കണം അവര് കാര്യങ്ങൾക്കെല്ലാം, അല്ലേ? ആ ജോത്സനെ കാണാത്തത് കൊണ്ടാണോ ഈ കോൺഗ്രസ് ഇപ്പൊ മുഖ്യമന്ത്രി തീരുമാനമാകാത്തത്? അറിയില്ല. അനുകൂലം പോരാ, ഒരു ജോത്സനും കൂടെ വേണം നിങ്ങൾക്ക്. എന്നിട്ട് സനാതന ധർമ്മത്തെ ചീത്തയും പറയണം, അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. നോക്കാം.